അങ്ങനെ വഴിക്കുവായോ ഇപ്പം നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ചെറുതായിട്ട് കയറുന്നുണ്ടല്ലോ വ്യൂസ്. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി ലോങ് വീഡിയോസ് ഒക്കെ ഇടുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മുകളിലത്തെ റൂം സെറ്റ് ചെയ്തതിനെ പറ്റി പറയുമ്പോൾ കുറേ കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. FB-ലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ സമയത്ത് ഞാനും കുറേ വർക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം നമുക്കിവിടെ എല്ലാ പണിക്കും ആളുകളെ കിട്ടും, പക്ഷേ ഈ കൽപ്പണി എന്ന് പറയുന്ന ഒരു പണിക്ക് മാത്രം എനിക്കിവിടെ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിരുന്നു, പക്ഷേ ആ ചേട്ടന് ഹെൽപ്പറെ കിട്ടാനില്ല. അപ്പോൾ പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഷീറ്റ് അടിക്കാനായിട്ട് ആൾക്കാർ വരുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു വരി കട്ട കെട്ടും വേണം. ആ ഒരു വരി കട്ട കെട്ടിയാൽ മാത്രമേ നമുക്ക് സൈഡ് മറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക്. ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു കട്ട കെട്ടി കഴിച്ചാൽ മാത്രമാണ് പിറ്റേ ദിവസം നമുക്ക് സൈഡ് മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ വേറെ ഹെൽപ്പർ ആരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ചേട്ടൻ മാത്രം ഈ ഒരു 60-ഓളം കട്ടയൊക്കെ വേണ്ടി വന്നിരുന്നു അതവിടെ സൈഡ് കെട്ടാനൊക്കെ ആയിട്ട്. ഒരു 60 കട്ടയും ഈ മണ്ണും സിമെൻറ്റും എല്ലാം കൂടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടു. കാരണം എനിക്ക് ഒരു ദിവസം കൊണ്ട് അത് തീർക്കും വേണം. അപ്പോൾ ഞാനും കൂടെ ഒന്നാ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഹെൽപ്പറെ നിർത്താനുള്ള പൈസ ലാഭിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ആളെ കിട്ടാനുണ്ടായിരുന്നില്ല. പൈസ കയ്യിൽ വെച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. പണിക്ക് ആൾക്ക് ആൾ തന്നെ വേണമല്ലോ. അപ്പോൾ എനിക്കന്ന് അങ്ങനെ ആളെ കിട്ടാണ്ട് വന്നപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ട് അങ്ങനെ ചെയ്താണ്. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം കിടപ്പായിരുന്നു. എനിക്കിതൊന്നും ശീലമില്ലാത്ത പണികളാണ്. എന്നാലും ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തത് കാരണം ആ ചേട്ടൻ ആ പണിയൊന്ന് തീർക്കാനൊക്കെ ആയിട്ട് പറ്റി. പിറ്റേ ദിവസം തന്നെ നമുക്ക് സൈഡ് മറയ്ക്കാനും പറ്റി. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു കാരണമുള്ളൂ. കാരണം എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടൊരു ഇടം വേണം, എൻ്റേതായിട്ടൊരു സ്പേസ് വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ക്രാഫ്റ്റ്, ആർട്ട്, ഡ്രോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തേതായുള്ള മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണീനും നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അവന് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് അവനാണെങ്കിൽ എപ്പോഴും അവൻ്റെ അടുത്ത് ഞാൻ വേണം എന്നുള്ളൊരു നിർബന്ധമുള്ളൊരു വേറെ ഒന്നും അവന് നിർബന്ധമില്ല. പക്ഷേ അവൻ്റെ കൺവെട്ടത്ത് ഞാനും എൻ്റെ കൺവെട്ടത്ത് അവനും വേണം. ഞങ്ങൾക്ക് 2 ആൾക്കും നിർബന്ധം. അപ്പോൾ എൻ്റെ കൺവെട്ടത്ത് തന്നെ അവനുണ്ട്. പക്ഷേ എനിക്കതിന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ കല്ലും മണ്ണൊക്കെ ചുവന്ന് നിൽക്കുമ്പോൾ എൻ്റെ മേലൊക്കെ നിറച്ച് പൊടിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നെ കാണുമ്പോൾ കരച്ചിൽ, അമ്മ എന്താ അടുത്തേക്ക് വരാത്തതെന്നുള്ള രീതിയിലുള്ള കരച്ചിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കൂടെ ഞാൻ ഈ ഒരു റൂം പണിയേണ്ട സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ ഒക്കെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. മുകളിലും ഡ്രസ്സ് അടിച്ചു, സൈഡിലും ഡ്രസ്സ് വെച്ച് മറിച്ചു. മുകളിലേക്കും കൂടെ കട്ടപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് സീലിംഗ് കൊടുക്കാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നമ്മൾ മുകളിലായത് കാരണം നല്ല ചൂടായിരിക്കും. പിന്നെ ഫുൾ ഡ്രസ്സാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സീലിംഗ് കൊടുക്കാൻ നമുക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. സീലിംഗ് കൊടുത്തു, ഇലക്ട്രീഷ്യൻ പണി ചെയ്തു. അടിപ്പണി മാത്രമാണ് നമ്മൾ ഒന്നൊരു കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ടൈലൊന്നും വിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കറുപ്പ് ചാന്താണ് കേട്ടോ തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഡ്രസ്സ് അടിക്കേണ്ട പണിക്കാരാണെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ചടപടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തിപ്പോയി. സീലിംഗ് ആണെങ്കിലും അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കുകളും കാര്യങ്ങളും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇലക്ട്രീഷ്യൻ പണി ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ വക ആളുകളൊക്കെ നമുക്ക് പരിചയമുള്ളവരുണ്ട്. അവരൊക്കെ അത് വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് എപ്പോഴും പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യം കട്ടപ്പണിയാണ്. കട്ടപ്പണിക്ക് നമുക്ക് ആളെ കിട്ടാനില്ല. ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും നമുക്ക് ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ചിങ്ങനെ ചാന്തായതൊക്കെ. അപ്പോൾ അത് ഞാൻ ചേട്ടനെ കൊണ്ടൊക്കെ ആയിട്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ചേട്ടനൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ 2 ദിവസം നനയ്ക്കലെന്നാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേനലായിരുന്നു. ഭയങ്കര വേനൽ എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മളവിടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആയി കിടക്കുന്നുണ്ടാവും. അത്രയും അധികം നല്ലൊരു ചൂടുള്ളൊരു സമയമായിരുന്നു കേട്ടോ അത്. പിന്നെ വെള്ളത്തിനും ചെറിയൊരു ബുദ്ധിമുട്ട് ഇത്തിരീശൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. കിണറ്റിൽ വെള്ളമൊക്കെ ഇത്തിരീശ് ഇങ്ങനെ നമുക്ക് അത്യാവശ്യങ്ങൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ സമയമായിരുന്നു. എന്നാലും ഞാൻ മുകളിൽ നനയ്ക്കുന്നത് ഞാൻ ഒഴിവാക്കിയില്ല. കാരണം നമ്മൾ നനയ്ക്കേണ്ട സമയത്ത് നനച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ ഞാൻ മുകളിൽ നനയ്ക്കലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ എല്ലാം നമ്മുടെ ഒരു ആഗ്രഹം പോലെ ഇരിക്കില്ലേ. നമുക്ക് ആ ഒരു സംഭവം റെഡിയായി മുഴുവനായിട്ട് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും നമ്മൾ റെഡി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കി എനിക്കത് അടിപൊളിയായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അതിനുള്ളിൽ കുറച്ചൊക്കെ എനിക്ക് ഗ്യാപ്പുകളൊക്കെ വേണ്ടി വന്നു കേട്ടോ. ഗ്യാപ്പൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. ഓരോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പണികളൊക്കെ കുറച്ച് സ്ലോ ഒക്കെ ആയി. എന്നാലും ഇപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ആ ഒരു റൂം. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ വിട്ടുപോയി. ഇതിന് എത്രയൊക്കെ കോസ്റ്റ് വന്നു എന്നുള്ളത് കേട്ടോ. ഒരു ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 1-1.5 ലക്ഷം എങ്ങനെയായാലും ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട്. ഇതിലും കുറച്ച് വലിപ്പമൊക്കെ കുറച്ച് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിനൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ സീലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല
റേറ്റിന് വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് പണ്ടത്തെ മോഡലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര റേറ്റ് ഒന്നും വരില്ല. അത്ര 60 രൂപ എങ്ങാണ്ടാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇത് ഞാൻ 1-2 പേരെടുത്ത് അന്വേഷിച്ചപ്പോൾ 100 രൂപയൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് 90 രൂപയ്ക്കുള്ളതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഫാനും ഒരു എക്സോസ്റ്റ് ഫാനും 2 ട്യൂബ് ലൈറ്റ്, പിന്നെ അതുപോലെ നമ്മൾ സീലിങ്ങിൽ വയ്ക്കുന്ന ലൈറ്റുകൾ, ഇതൊക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യമാണ്. അത്യാവശ്യം ഒരു ലൈറ്റ് മതി, ഒരു ഫാൻ മതി എന്നൊക്കെ. നമുക്ക് ഇതിനേക്കാളും റേറ്റ് കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തായാലും നമുക്കത് വീട്ടിലിരുന്നും കൊണ്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇപ്പം എന്നെ പോലെയുള്ളവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആകുമ്പോൾ നമുക്ക് വീടിൻ്റെ മുകളിൽ തന്നെ. ഇതൊക്കെ എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൈസയല്ല വേണ്ടത്, പൈസയെക്കാളും കൂടുതൽ വേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആഗ്രഹമാണ് വേണ്ടത്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സെറ്റായി വരും. അതങ്ങനെയാണ്, അതെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സെറ്റാവും. അപ്പോൾ അത്രയധികം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അത്രയും അധികമുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു റൂം സെറ്റ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ വർക്കിനും നമ്മൾ പണിക്കാരെ നിർത്തി തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ എൻ്റെ ഒരു കൈയും കൂടെ വന്നിട്ടുണ്ട്. എല്ലാ പണിക്കാർ വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ക്ലീനിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ ഒരു എഫേർട്ട് ഈ റൂമിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ പണികൾ ചെയ്ത് പോവുകയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോഴുള്ള ക്ലീനിങ് എന്ന് പറയുമ്പോൾ നിറച്ച് ഈ ഷീറ്റുകളാണെങ്കിലും കുറേ വേസ്റ്റുകളും കാര്യങ്ങളും മണ്ണും കല്ലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഞാൻ അത്രയും മുൻകൈ എടുത്തിട്ട് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് എൻ്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് വന്നിട്ടുള്ളൊരു റൂമായിട്ട് എനിക്ക് ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ, അത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം. എനിക്കത് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ റൂം ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു എഫേർട്ടും കൂടെ ഞാൻ അവിടെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇലക്ട്രീഷ്യൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങളായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ ഒരു ദിവസം എനിക്കും അവരുടെ കൂടെ തന്നെ ഹെൽപ്പറായിട്ടൊക്കെ നിൽക്കേണ്ടി പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു മൊമെൻറ്റിലെത്തി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുറച്ച് നേരമെങ്കിലും നൈറ്റിലൊക്കെ ആണെങ്കിലും ഞാൻ കുറച്ച് നേരമൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്.